എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പുറത്ത് ക്രിസ്പിയും അകത്ത് ചീസിയും ഉച്ചഭക്ഷണത്തിനും അത്താഴത്തിനും അല്ലെങ്കിൽ ഒരു ചെറിയ ലഘുഭക്ഷണത്തിനും അനുയോജ്യമായ അവിശ്വസനീയമാംവിധം രുചികരമായ സ്റ്റഫ്ഡ് ലോഡ് ബ്രെഡ് സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. ആദ്യം 8 കഷ്ണം സാൻഡ്വിച്ച് ബ്രെഡ് എണ്ണ പുരട്ടിയ ഒരു പാനിൽ ചേർത്ത് സ്വർണ്ണ തവിട്ട് നിറമാകുന്നതുവരെ വറുക്കുക. അവ നന്നായി വഴന്നു കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് മാറ്റി മാറ്റി വയ്ക്കുക. ഇപ്പോൾ ഒരു ബേക്കിംഗ് വിഭവം എടുത്ത് 6 ടേബിൾ സ്പൂൺ തക്കാളി സോസ് അല്ലെങ്കിൽ തക്കാളി പേസ്റ്റ് അടിയിൽ തുല്യമായി വിതറുക. ടോസ്റ്റ് ചെയ്ത ബ്രെഡ് കഷ്ണങ്ങൾ സോസിന് മുകളിൽ അരികുകളിൽ വയ്ക്കുക. അങ്ങനെ സാൻഡ്വിച്ചിന്റെ ആദ്യ പാളി സൃഷ്ടിക്കുക. അടുത്തതായി ബ്രെഡ് കഷ്ണങ്ങൾക്ക് മുകളിൽ ഒരു ടേബിൾ സ്പൂൺ ക്രീം ചീസ് വിതറുക. മുകളിൽ അരിഞ്ഞ ഹാമിന്റെ ഒരു പാളി ചേർക്കുക. തുടർന്ന് ധാരാളം മൊസറല്ല ചീസ് പൊടിക്കുക. നിങ്ങൾ കൂടുതൽ ചീസ് ചേർക്കുന്തോറും നിങ്ങളുടെ സാൻഡ്വിച്ച് കൂടുതൽ രുചികരവും സ്റ്റഫ് ചെയ്തതുമായിരിക്കും. കൂടുതൽ രുചി വേണമെങ്കിൽ അരിഞ്ഞ തക്കാളി അല്ലെങ്കിൽ ചിരകിയ ചിക്കൻ പൊടിച്ചതും ചേർക്കാം. ചീസിന്റെ ആദ്യ പാളി ചേർത്ത ശേഷം എല്ലാം ഈർപ്പവും രുചിയും നിലനിർത്താൻ മുകളിൽ അല്പം കൂടുതൽ തക്കാളി സോസ് വിതറുക. ബ്രെഡ് കഷ്ണങ്ങളുടെ ഒരു പാളി കൂടി മൂടി വെച്ച് ഈ പ്രക്രിയ ആവർത്തിക്കുക. ക്രീം ചീസ് വിതറി ഹാം ചേർക്കുക. തുടർന്ന് മൊസറല്ല ചീസിന്റെ മറ്റൊരു പാളി കൂടി ചേർക്കുക. അവസാനം മുകളിൽ വറ്റല് ചെയ്ത പാർമെസന് ചീസ് വിതറുക. ഓരോ ബ്രെഡ് കഷണത്തിലും ഒരു തക്കാളി കഷണം വയ്ക്കുക. അധിക രുചിക്കായി ഒരു നുള്ള ഒറിഗാനോ ഉപയോഗിച്ച് സീസൺ ചെയ്യുക. 180 ഡിഗ്രി സെൽഷ്യസ് 360 ഡിഗ്രി ഫാരൻഹീറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 15 മുതൽ 20 മിനിറ്റ് വരെ അല്ലെങ്കിൽ ചീസ് ഉരുകി കുമിളയാകുന്നതുവരെ ബേക്ക് ചെയ്യുക. അത്രമാത്രം. ഓവനിൽ നിന്ന് പുറത്തെടുത്ത് ചൂടോടെ വിളമ്പുക. ആ ഉരുകിയ ചീസും അതിനുള്ളിലെ രുചികരമായ പാളികളും നോക്കൂ. ഈ സ്റ്റഫ് ചെയ്ത ലോഡ് ചെയ്ത ബ്രെഡ് സാൻഡ്വിച്ച് ക്രിസ്പിയും ചീസിയും തികച്ചും അവിശ്വസനീയവുമാണ്. ഒരിക്കൽ നിങ്ങൾ ഒരു കഷണം പരീക്ഷിച്ചു നോക്കിയാൽ തീർച്ചയായും നിങ്ങൾക്ക് കൂടുതൽ ആഗ്രഹമുണ്ടാകും. ഈ പാചകക്കുറിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ എളുപ്പവും രുചികരവുമായ പാചകക്കുറിപ്പുകൾക്കായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അറിയിപ്പുകൾ ഓണാക്കാനും മറക്കരുത്. കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണാം.